Good morning. So I can see, yes. So here we are with our OET Speaking live with me, Gauri. So in the total, we are starting our OET Speaking live session, and I'm very glad that I'm part of it with Tiju's Academy. So yes, നമ്മളുടെ OET സ്പീക്കിംഗ് ലൈവിൽ അതായത് ഇനിയും വരാൻ പോകുന്ന എവറി മൺഡേസ് on every Mondays morning 10 a.m. നമുക്ക് വരാൻ പോകുന്ന നമ്മളുടെ OET സ്പീക്കിംഗ് ലൈവിൽ we'll be discussing about the recent updates on OET speaking, and also we'll be discussing some tips and tricks with which you can ace your OET speaking subtest. All right. Good morning, Nancy. Good morning, Princey. Yes, Rupa. Yes, Rupa is here. So, yes, good morning, everyone. Yes, right. So, in today's session, we won't be diving much deeper into any of this OET speaking details. നമ്മൾ ഒരുപാട് അങ്ങോട്ട് പോണില്ല. Like, we'll be dealing only from the peripheral level. Like, വളരെ basic ആയിട്ട് what the examiner intend from us. അതായത് OET speaking subtestലൂടെ എന്താണ് നമ്മളിൽ നിന്നും നമ്മളുടെ എക്സാമിനർ നോക്കുന്നത്, അതായത് വാട്ട് എക്സാക്ട്ലി ഡു ദേ അസസ്, എന്തെല്ലാം കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ OET സ്പീക്കിങ്ങിന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ബാൻഡ് ചെയ്ത് തന്നെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ വിൽ ബി ഡിസ്കസിങ് ടുഡേ. ആൻഡ് ഓൾസോ OET സ്പീക്കിങ്ങിനെ പറ്റിയിട്ടൊന്നും അറിയാത്ത ഒരാൾക്ക്, അതായത് OETനെ പറ്റി അറിയാം ബട്ട് സബ് ടെസ്റ്റിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ധാരണയില്ലാത്ത ഏതൊരു വ്യക്തിക്കും OET സ്പീക്കിങ്ങിനെ പറ്റി മനസ്സിലാവുന്ന രീതിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഷെയർ ഇറ്റ് വിത്ത് ഓൾ യുവർ ഫ്രണ്ട്സ് സോ ദാറ്റ് എസ്പെഷ്യലി ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ ദർ OET. സോ യെസ്, ഗുഡ് മോർണിംഗ് റൂപ, ഗുഡ് മോർണിംഗ് ആൻസി, യെസ് നിബി, ഗുഡ് മോർണിംഗ് ലിൻഡ, കൊച്ചുമോൾ, Saumya Shalu, yes, I see you. So good morning, Saumya. And another thing, I will try my best to incorporate both the languages in English and Malayalam so that നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ main points, the key terms will be discussed in both the languages so that all our Malayalis and non-Malayalis can benefit the maximum from that. All right. Yes, good morning. Yes, Sunita is here. Prashanti, yes, good morning. Good morning, Reshma. So, yes, good morning. So, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ വിൽ ബി ഡിസ്കസിങ് എ വെരി ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓൺ OET സ്പീക്കിംഗ് ടുഡേ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന്, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ പറയുന്നുള്ളൂ. ആൻഡ് ഇൻ അവർ കമ്മിങ് സെഷൻസ് വിൽ ബി ഡീലിംഗ് വിത്ത് ദ മേജർ ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് ഹൗ ടു ഡീൽ വിത്ത് സർട്ടൻ പേഷ്യൻസ്. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് റോൾ പ്ലേ കാർഡ്സും ഇൻ അവർ കമ്മിങ് സെഷൻസ് വിൽ ബി ഡെഫിനറ്റ്ലി ഡൂയിങ്. ആൻഡ് കൺസിഡർ ദിസ് ആസ് ആൻ ഓറിയൻറ്റേഷൻ, കേട്ടോ. അതായത് ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് OET സ്പീക്കിംഗ്. Yes. All right. So I hope we can start. So yes, as we all know, നമുക്ക് OET examination, അതായത് occupational English test, we'll be having this 4 modules which are reading, writing, listening and speaking. So as we all know, നിങ്ങൾക്ക് എല്ലാവർക്കും we are providing with a live session of reading and writing, and especially our major live by Tiju sir and Deepthi ma'am, which is OET serious mistakes. And from today onwards, we are starting with our OET speaking live. So yes, good morning everyone. Yes, Deep, Neetu, Divya, yes. Good morning. So yes, already പറഞ്ഞതുപോലെ we'll be having our OET speaking live from today, and I'll be the one dealing with this live session, and my name is Gauri. So yes, first let us look at the duration of our OET speaking examination. കേട്ടോ, അതായത് നമ്മൾക്ക് മോസ്റ്റ്ലി OET എല്ലാ എക്സാമിനേഷൻ്റെ എല്ലാ സബ് ടെസ്റ്റിൻ്റെയും ടൈം ലിമിറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ സ്പെസിഫിക് ആയിട്ട് OET സ്പീക്കിംഗ് സബ് ടെസ്റ്റിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി വരുന്നത് 20 മിനിറ്റ്സ് ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ഫുൾ സെറ്റ് എക്സാമിനേഷൻ ഒരു മേജർ ചങ്ക്, അതായത് ഈ എക്സാമിനേഷൻ്റെ മേജർ പോയിൻറ്റ്സ് ഡീൽ ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു 20 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ OET സ്പീക്കിംഗ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഓക്കെ, അതിൽ തന്നെ യു വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത്
your warm-up session. Yes, and it will last around 4 minutes. Warm-up session എന്ന് പറയുമ്പോൾ understand that this is not assessed കേട്ടോ. അതായത് OET warm-up session, OET speaking warm-up session is completely an unassessed session. പക്ഷേ it is a section where you will be introduced to the interlocutor with your language abilities. അതായത് ഒരു ഇൻ്റർലൊക്യൂട്ടറിൻ്റെ അടുത്ത് നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സെഷനാണ് വാം-അപ്പ് സെഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അസസ് ചെയ്യുന്നില്ല എന്നൊറ്റ കാരണം കൊണ്ട് മാത്രം വാം-അപ്പ് സെഷൻ ഈസിയാക്കി വിടരുത്. ഓക്കെ, ബിക്കോസ് അതിനകത്ത് നിങ്ങൾ ഇൻ്റർലോക്യൂട്ടറുമായിട്ടൊരു റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ റാപ്പോ ക്രിയേറ്റ് ചെയ്ത് ആ റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സെഷനാണ് വാം-അപ്പ് സെഷൻ വരുന്നത്. സോ മോസ്റ്റ്ലി ഇറ്റ് ലാസ്റ്റ് അറൗണ്ട് 4 minutes, മാക്സിമം ഒരു 4 minutes അല്ലെങ്കിൽ മാക്സിമം ഒരു 5 minutesലേക്കായിരിക്കും നമുക്ക് OET വാം-അപ്പ് സെഷൻ ഉണ്ടാവുക. ആൻഡ് ഇൻ ദാറ്റ് ഒരുപാട് മെഡിക്കൽ നോളജ് നിങ്ങളുടേത് ചെക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ദേ വിൽ ആസ്ക് യു ലൈക്ക് വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ്, വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ്, നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ ആ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നാട്ടിൽ നിൽക്കാതെ ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ സെയിങ് ദ UK ആൻഡ് ദേ വിൽ ബി ആസ്കിങ് ലൈക്ക് വൈ UK. ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾ UK ചൂസ് ചെയ്തു, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻ ദ UK compared to that in India. അപ്പം അത്തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ അനദർ വൺ ദാറ്റ് വി മോസ്റ്റ്ലി ഹാവ് കം അക്രോസ് ഇസ് ഏതാണ് നിങ്ങളുടെ ആസ് എ നേഴ്സ് നിങ്ങൾക്കുള്ള സ്കിൽസ് എന്തൊക്കെയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളുടെ OET ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിൽ കുട്ടികളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഏതെല്ലാം തരത്തിലാണ് നിങ്ങൾ ഒരു നേഴ്സിന് വേണ്ട സ്കിൽസ് മാത്രം പറഞ്ഞ് നിങ്ങളത് അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് നിങ്ങൾക്കുള്ള ഓരോ സ്കില്ലിനെയും പറ്റിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ആ സ്കിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് ആ സിറ്റുവേഷൻ കുറേ കൂടെ നിങ്ങൾക്ക് ഇൻ്റർലോക്യൂട്ടറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, അപ്പം അത്തരത്തിലാണ് നമ്മളുടെ OET വാം-അപ്പ് സെഷൻ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? യെസ്. സോ യെസ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഗുഡ് മോർണിംഗ് ജിനു. യെസ്, ഗുഡ് മോർണിംഗ് അനു. ഓക്കെ, സോ അത്തരത്തിലാണ് നമുക്ക് OETയുടെ വാം-അപ്പ് സെഷൻസ് ഉണ്ടാവുക. ഓക്കെ, റൈറ്റ്. സോ OET വാം-അപ്പ് സെഷനിലെന്ന് പറയുമ്പം ഒരിക്കലും ഞാൻ എടുത്ത് പറയുകയാണ്, നിങ്ങളുടെ മെഡിക്കൽ നോളജ് അസസ് ചെയ്യുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണ്ട. ബിക്കോസ് they do not assess your medical knowledge when it comes to OET warm-up session. As the name itself suggests, it's a warm-up session where you are introduced to the interlocutor and your language abilities and everything is put in front of an interlocutor, right? Okay, great. So after this warm-up session, you will be provided with the role play card. Yes, നമ്മളുടെ കഥയിലെ മെയിൻ താരമായ role play card after the warm-up session the interlocutor will be providing you with. So and for that you will have 3 minutes of preparation. As you can see in the pie chart, you will be having 3 minutes of preparation for your role play card. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ OET സ്പീക്കിംഗ് എക്സാമിനേഷന് നമുക്ക് 2 റോൾ പ്ലേസ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, the first one, for that we will be having 3 minutes preparation, and after the first one we'll be having another 3 minutes preparation time for the second one. ഈ ചാർട്ട് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? I hope it is clear. Yes, good morning Tiju. Good morning Vincy, Anu, Staley, Sharon. Yeah, I can see you Anju. Sangeeta, Ziona. Yes, right. Okay, so I hope you had an understanding about the duration of the OET speaking. Yes, for each of your OET role play cards, you will be speaking role play cards, you will be provided with 3 minutes preparation time. All right. Yes, Soumya, thank you so much. ഇതിൽ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ടൈമിൻ്റെ കാര്യത്തിലുള്ള ഡൗട്ട്സ് ഇല്ലല്ലോ? Yes, great. Thank you so much. So shall we move on to our next slide? Shall we? Yes. So യെസ്, ഇത് നമ്മളുടെ OET സ്പീക്കിംഗ് സബ് ടെസ്റ്റിൻ്റെ ഒരു കാൻഡിഡേറ്റ് കാർഡിൻ്റെ ഒരു സാമ്പിളാണ്. ആൻഡ് യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് സച്ച് എ കാർഡ്. ഓക്കെ, ദിസ് വിൽ ബി യുവർ ക്യൂ കാർഡ്. സോ ജസ്റ്റ് ആസ് വി ഗോ ത്രൂ ഇറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് 3 sets of informations. Okay, 3 sets of information will be provided, and the first one is the setting. എന്താണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന റോൾ പ്ലേയുടെ പെർട്ടിക്കുലർ സെറ്റിംഗ് എന്നുള്ളതാണ് will be the first information.
Okay, and the second, you'll be provided with the description. The nurse's description will be provided in the second portion. And then we will be having our list of tasks in the last portion. Clear? Card clear alla? Ippa clear aano? Clear aano? Entity. Okay, just നമ്മളിപ്പോൾ ഇന്ന് എന്തായാലും കാർഡ് നോക്കണില്ല, so don't worry about that. It is just that we'll be having our details about the card, like what are the details that are provided in the card. Yes. Okay, so we do have our setting, the nurse's description, and then we do have a set of tasks which need to be performed during your OET role play. Clear ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ OET speaking cue card തന്നിട്ടുണ്ടാവും. Yes, as we already mentioned, setting, nurse's description, and tasks. Okay, let's look at that once again. കാണാമല്ലോ അല്ലേ? ഇപ്പം ക്ലിയർ ആണോ? Good morning. Yes. All right. So here the setting is an emergency room. Okay, and the nurse's description says you are speaking to a 25-year-old man or woman who has presented himself or herself. He or she looks very uncomfortable. Okay, and the tasks. Find out the reason for the patient's visit. When the patient demands medication for migraine treatment, ask whether the patient has been clinically diagnosed with migraine. Take relevant history of the patient's condition, the type of pain score, other symptoms. Explain that he or she needs to see the doctor who would meet the patient after 30 minutes. Explain the risks involved in self-diagnosis or self-treatment. Emphasize the importance of getting a confirmed diagnosis from the doctor. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാർഡാണ് ഇന്ന് നമ്മൾ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, so that you will have an understanding about what a candidate card will look like. Okay? Clear ആണോ? Okay? All right. Great. Yes. Good morning. Good morning, Tiju. Yes. Good morning. All right. So, yes. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് കാർഡിൽ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാൻഡിഡേറ്റ് കാർഡ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് വി ഓൾ നോ, മോസ്റ്റ്ലി നമുക്ക് 2 തരത്തിലാണ് കാൻഡിഡേറ്റ് കാർഡ് വരെ. വിൽ ബി ഹാവിങ് 2 types of candidate cards. The reason why I'm explaining things in both Malayalam and English is because I need it you all guys to benefit the maximum out of our live session. So yes, so നമുക്ക് മോസ്റ്റ്ലി 2 തരത്തിലുള്ള കാൻഡിഡേറ്റ്സ് കാർഡാണ് ഉണ്ടാവുക. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് മോസ്റ്റ്ലി ആൻ അൺനോൺ കേസ്, ആൻഡ് ദെൻ വി വിൽ ബി ഹാവിങ് ദി നോൺ കേസസ്. അതായത് ഒരു കാൻഡിഡേറ്റ് കാർഡ് തരുന്ന സമയത്ത് either it can be a case we already know or it can be a fresh case. ടിജൂസ് അക്കാദമിയിൽ നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്, അതല്ലെങ്കിൽ വ്യക്തമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു ഓറിയൻറ്റേഷൻ ഐഡിയ ഉള്ള കുട്ടികൾക്ക് യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ്? സോ നമുക്ക് മോസ്റ്റ്ലി കാൻഡിഡേറ്റ് കാർഡ്സ്, അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് മോസ്റ്റ്ലി കാൻഡിഡേറ്റ് കാർഡ് തരുമ്പോൾ അത് 2 തരത്തിലുള്ള കേസസ് വരാം. ഒന്ന് അൺനോൺ കേസസ് വരാം, അതായത് നമുക്ക് ഒരു ഐഡിയ ഇല്ല, പേഷ്യൻറ്റിനെ പറ്റിയിട്ട് നമുക്കൊന്നും അറിയില്ല, മേ ബി വളരെ കുഞ്ഞ് ഡീറ്റെയിൽസ് എന്തെങ്കിലും. ഇവിടെ ഇപ്പോൾ നഴ്സ് ഡിസ്ക്രിപ്ഷനിൽ 25-year-old വുമൺ ഓർ മാൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഹി ഓർ ഷി ഈസ് ലുക്കിംഗ് വെരി അൺകംഫർട്ടബിൾ. അത്രയും കാര്യങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്നും നമുക്ക് പേഷ്യൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടോ മെഡിക്കൽ ഹിസ്റ്ററിയെ പറ്റിയിട്ടോ ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. സോ ദിസ് ഇസ് വാട്ട് കൈൻഡ് ഓഫ് കേസ് ഇസ് ദിസ്? യെസ്, ലെറ്റ് മീ സീ ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. എന്ത് കേസാണിത്? വുഡ് ഇറ്റ് ബി ആൻ അൺനോൺ കേസ് ഓർ എ നോൺ കേസ്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണോ? നമുക്ക് ഓൾറെഡി അറിയാത്ത കേസാണോ? യെസ് സൗമ്യ, വെരി ഗുഡ്. യെസ്, കറക്റ്റ്. യെസ്, ദിസ് ഇസ് എൻ അൺനോൺ കേസ്. അൺനോൺ കേസ്, വെരി ഗുഡ്. ടിറ്റു, ഷിന്ത, സിനി, കൃപ, രഞ്ജു, സുജ. യെസ്, ഇതെന്തുകൊണ്ടാണ് അൺനോൺ ആയതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് നഴ്സസ് ഡിസ്ക്രിപ്ഷനിൽ വളരെ ബ്രീഫായിട്ട് മാത്രമേ പേഷ്യൻറ്റിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുള്ളൂ, വിച്ച് ഇസ് 25-year-old man or woman who has presented himself or herself. He or she looks very uncomfortable. ഇത്രയും കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, which makes it an unknown case.
ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന കേസസ് എന്ന് പറയുമ്പം നോൺ കേസസ് ആണ്. നോൺ കേസസിൽ നമുക്ക് മോസ്റ്റ്ലി വരുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന, അതായത് വ്യക്തമായിട്ട് നമുക്ക് മെഡിക്കൽ ഹിസ്റ്ററി അറിയാവുന്ന, റെഗുലറായിട്ട് വന്നുകൊണ്ടിരുന്ന പേഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആവാം. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് നമുക്ക് നോൺ കേസസിൽ ഉണ്ടാവുക. ക്ലിയർ ആയോ? എനി ഡൗട്ട്സ്? Anything? Okay, great. So, shall we move on to our next slide? നമുക്ക് കാൻഡിഡേറ്റ്സ് കാർഡ്, അതായത് കാർഡ്സിനെ പറ്റിയിട്ട് ഇൻ അവർ കമ്മിങ് സെഷൻ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ഫ്രേസസ്. എല്ലാവർക്കും നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഡൗട്ട്സ് ഉള്ള കുറച്ച് കേസസ് ആണ്. ഫ്രേസസ്, ഏതെല്ലാം തരത്തിലുള്ള ഫ്രേസസ് യൂസ് ചെയ്യാം, എമ്പതി, സിമ്പതി, ഫ്രേസസ്, റീഅഷുറൻസസ്, എല്ലാ കാര്യങ്ങളും എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അത് ടീച്ചേഴ്സ് അക്കാഡമിയിൽ നമ്മളുടെ കൂടെ ഇവിടെയുള്ള കുട്ടികളായിക്കോട്ടെ, അതല്ലാതെ വെൽ വിഷേഴ്സ് ആയിക്കോട്ടെ, എവറി വൺ, ഇഫ് യു ആർ ഹാവിംഗ് സച്ച് ഡൗട്ട്, മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റേ ട്യൂൺ ടു അവർ OET Speaking live session on every Monday, 10 a.m. Yes. So shall we move on to the next slide? In our upcoming session, definitely we will be dealing with each of these role play cards, okay? So yes. ഏതൊരു എക്സാം, അതായത് നമ്മളിപ്പം OET ആയിക്കോട്ടെ, IELTS ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഒരു എക്സാമും, സ്പെഷ്യലി അസസ്മെൻറ്റ് എക്സാംസും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കോറിംഗ് ക്രൈറ്റീരിയ ആണ്. അതായത് വാട്ട് ഡു ദേ ഇൻറ്റൻഡ് ഫ്രം us, വാട്ട് എക്സാക്ട്ലി ദേ ലുക്ക് ഫോർ വെൻ ദേ ആർ ഡൂയിങ് ദ അസസ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ദേ craft from us, like what exactly they look for us in our assessment is very important for any examination. ഓക്കെ, എന്താണ് അവർ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലുള്ള അസസ്മെൻറ്റ്സ് ആണ് അവർ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളുടെ സ്കോറിങ്ങിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, അതാണ് നിങ്ങൾ ഈ എക്സാമിൽ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ബാൻഡ് സ്കോർ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും. സോ ഇൻ ദിസ് സ്ലൈഡ് വിൽ ബി ഡിസ്കസിങ് ദ സ്കോറിംഗ് ക്രൈറ്റീരിയ ഫോർ യുവർ OET Speaking subtest. Clear? So shall we move on? Okay? Yes. Shall we move on? Okay. So scoring criteria. പ്രധാനമായിട്ട് for your OET Speaking subtest you will be provided with 2 sets of criteria, which is Linguistic Criteria and Clinical Communication Criteria. നിങ്ങളുടെ അതായത് OET സ്പീക്കിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏതൊരു റോൾ പ്ലേ കാർഡിലും അവർ മെയിനായിട്ട് അസസ് ചെയ്യുന്നത് നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ, അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ ആണ്. ക്ലിയർ ആണോ? ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ they will be mostly looking for your intelligibility, fluency, appropriateness of language, resources of grammar and expression, and for your clinical communication criteria they'll be looking at your relationship building, understanding and incorporating the patient's perspective, providing structure, information gathering and information giving. Clear? ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് in our coming slides will be discussing it in detail. ഇത്രയും ക്ലിയർ ആണല്ലോ? Just a basic understanding about how exactly they will be assessing your OET speaking. Yes, great. Alright, so നമുക്ക് OET ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളുടെ OET സ്പീക്കിംഗ് സബ്ടെസ്റ്റിന് നമുക്ക് 2 തരത്തിലുള്ള സ്കോറിംഗ് ക്രൈറ്റീരിയ ആണ് അവർ പറയുന്നത്. The first one is linguistic criteria and the second one is clinical communication criteria. For your linguistic criteria, they will be looking at intelligibility, fluency, appropriateness of language, the sources of grammar and expression, and for your clinical communication criteria, they will be looking at relationship building, understanding and incorporating the patient's perspective, providing structure, information gathering and information giving. Okay, now let us look at these criteria in detail. Yes, the linguistic criteria. Okay, screen clear aanlo alla? So yes, okay, the first one is intelligibility. Okay, intelligibility എന്ന് മോസ്റ്റ്ലി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷയിൽ ആ വ്യക്തിക്ക്, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് വ്യക്തമായി മനസ്സിലാകുക എന്നുള്ളതാണ് നമ്മളുടെ പ്രൈമറി കൺസേൺ.
ഓക്കെ, അതിൽ മോസ്റ്റ്ലി നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് പക്ക പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം. ഇപ്പം പക്ക പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം. L1 ആക്സെൻറ്റ് ഡസൻറ്റ് അഫക്റ്റ് ഇൻ്റലിജിബിലിറ്റി, മിനിമം സ്ട്രെയിൻ ഫോർ ദ ലിസണേഴ്സ്. ഒരു കറക്റ്റ് മലയാളി, അതായത് ഒരു തനി മലയാളിയോട് വേറൊരു മദർ ടങ്ങിലുള്ള ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും പ്രൊനൗൺസിയേഷനകത്തുള്ള ഗ്യാപ്പ്, അല്ലേ? അതേപോലെ തന്നെ നമ്മളിപ്പം ഇംഗ്ലീഷാണ്, ഹിയർ അവർ ടാർഗറ്റഡ് ലാംഗ്വേജസ് ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളുടെ മദർ ടങ് ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷിൽ വരാൻ പാടില്ല. വിച്ച് എവർ ബി യുവർ മദർ ടങ് ഷുഡ് നെവർ എവർ like go hand in hand or never should affect your English language. Clear? And the most important thing is minimal strain for the listener. നമ്മൾ പറയുന്നൊരു കാര്യം അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ. സ്പെഷ്യലി ഫോർ യുവർ OET സ്പീക്കിംഗ് സബ് ടെസ്റ്റ് നമ്മൾ ലേമൻസ് ലാംഗ്വേജിൽ, അതായത് ഈവൻ മെഡിക്കൽ ടേംസ് പോലും വളരെ സിമ്പിളായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ആ ലിസണറിൻ്റെ ആ ഒരു സ്ട്രെയിൻ കുറച്ച്, അതായത് ഒരു തരത്തിലും ലിസണറിനെ സ്ട്രെയിൻ ചെയ്യിക്കാത്ത രീതിയിൽ വേണം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവാൻ. ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? പ്രൊനൗൺസിയേഷൻ, L1 ആക്സെൻറ്റ് ഡസൻറ്റ് അഫക്റ്റ് ഇൻ്റലിജിബിലിറ്റി, മിനിമൽ സ്ട്രെയിൻ ഫോർ ദ ലിസണർ. ക്ലിയർ? ആൻഡ് യെസ്, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രോസഡിക് ഫീച്ചേഴ്സ്. എന്താണ് പ്രോസഡിക് ഫീച്ചേഴ്സ്? പേര് കേട്ടിട്ടാരും പേടിക്കണ്ട. പ്രോസഡിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിക്കും, ഇപ്പോൾ ഞാൻ ത്രൂ ഔട്ട് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ട്രെസ്സും ഇല്ലാതെ, ഒരു രീതിയിലുള്ള ഇൻറ്റൊണേഷൻസ് ഇല്ലാതെ ഞാനൊരു പ്ലെയിനായിട്ട് നമ്മൾ ഈ റോബോട്ട്സൊക്കെ പറയുന്നുണ്ടാവില്ലേ, ഈ ഓൺലൈനിലോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് റോബോട്ടിക് വോയിസും ഹ്യൂമൻ വോയിസും നമുക്ക് നല്ല രീതിയിൽ തിരിച്ചറിയാൻ പറ്റുന്നതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻറ്റൊണേഷനും സ്ട്രെസ്സുമാണ്. പ്രോപ്പർ സ്ട്രെസ്സിൽ പ്രോപ്പറായിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യണമെങ്കിൽ കറക്റ്റ് രീതിയിൽ നിങ്ങളുടെ സ്ട്രെസ്സും ഇൻറ്റൊണേഷനും ഋതവും നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റ് ആ രീതിയിൽ തന്നെ നമ്മളുടെ പ്രേക്ഷകരാരാണോ, അതായത് നമ്മളെ ലിസൺ ചെയ്യുന്നവരാരാണോ അവരിലേക്ക് എത്തുള്ളൂ. So that is what prosodic features are. Clear? Clear ആണോ? മാമിനെ കാണാൻ പറ്റില്ല, മാം ഇപ്പോൾ ഒരു മിനിറ്റ്, ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, യെസ്, കാണാമോ? ഓൾറൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റലിജിബിലിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ 3 പോയിൻറ്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. Shall I move on to the next point? Fluency? May I? Yes. So the next point is linguistic criteria. അടുത്ത നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫ്ലുവൻസി. ഓക്കെ, അതിൽ തന്നെ നമുക്ക് സബ് പോയിൻറ്റ്സ് ആസ് യു ക്യാൻ സീ ഹിയർ. ഫ്ലുവൻറ്റ് സ്പീച്ച് അറ്റ് നോർമൽ സ്പീഡ്, വളരെ നോർമലായിട്ടുള്ള സ്പീഡിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഫ്ലുവൻറ്റ് സ്പീച്ച് ആയിരിക്കണം നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ടാവുക. അനദർ തിങ്, എനി ഹെസിറ്റേഷൻ ഈസ് അപ്രോപ്രിയേറ്റ് ആൻഡ് നോട്ട് എ സൈൻ ഓഫ് സെർച്ചിങ് ഫോർ വേർഡ്സ് ഓർ സ്ട്രക്ചേഴ്സ്. പലപ്പോഴും പ്രത്യേകിച്ച് നമ്മളുടെ മദർ ടങ് അല്ലാത്ത ബാക്കി ഏത് ഭാഷയും നമ്മൾ എത്രത്തോളം എക്സലൻ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് എപ്പോഴും ഒരു തപ്പ് വരും അല്ലേ? അതായത് ആ ഒരു പെർട്ടിക്കുലർ വേർഡ്, ഈവൻ മലയാളത്തിൽ പോലും നമുക്ക് ഓൾവേസ് നമ്മളിങ്ങനെ പറയില്ലേ, നാവിൻ്റെ തുമ്പത്തിരിക്കുന്ന എന്താ വേർഡ് കിട്ടുന്നില്ല എന്ന് പറയില്ലേ നമ്മൾ. അപ്പം അത്തരത്തിലുള്ളത് ഒരിക്കലും നമ്മൾ ഇത്തരത്തിലൊരു അസസ്മെൻറ്റ് അതായത് ഇത്തരത്തിലൊരു അസസ്മെൻറ്റ് വരുന്ന സമയത്ത് കഴിവതും നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കണം. മോസ്റ്റ്ലി അത് ഉണ്ടാവുന്നത് നമ്മളുടെ പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, പ്രത്യേകിച്ച് OET സ്പീക്കിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ ശരിയാവുള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഫ്ലുവൻസിക്കും അതേപോലെ നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ്, അതായത് മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഒരുപാട് കേൾക്കണം. കേട്ടാണ് നിങ്ങൾക്ക് അതായത് നിങ്ങൾ കാണണം, പറയണം, ഒക്കെ ചെയ്യണം. അതായത് ഇംഗ്ലീഷ് സിനിമകൾ കാണണം, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഓൺ ചെയ്ത് വെച്ച് കാണണം. അതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആക്സെൻറ്റ് നമ്മളിലേക്ക് എത്തുക. ഞാൻ നിങ്ങളോട് പറയുന്ന UK ആക്സെൻറ്റ് അല്ലെങ്കിൽ US ആക്സെൻറ്റ് ഒക്കെ അപ്പടി ഫോളോ ചെയ്യണം എന്നല്ല. വി ഹാവ് ആൻ ആക്സെൻറ്റ്, ഓക്കെ, അതാണെങ്കിൽ പോലും ആ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷിൻ്റേതായ രീതിയിൽ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ടോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് ആണ്, അല്ലേ? അതൊരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള ലാംഗ്വേജ് അസസ്മെൻറ്റ്സിന് പാടില്ല. ക്ലിയർ ആണോ? ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇക്കാര്യത്തിൽ?
പിന്നെ ഫ്ലുവൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പലർക്കും ഉള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ മാത്രം ഉപയോഗിച്ചാലേ ഒരു ലാംഗ്വേജിൽ ഫ്ലുവൻസി ഉള്ളൂ എന്ന് പറയല്ലേ. അതായത് ഇപ്പം ശശി തരൂർ സംസാരിക്കണ പോലെ അല്ലെങ്കിൽ അതിഭീകരമായിട്ട് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രസൻറ്റേഷൻ ചെയ്യുന്ന പോലെ സംസാരിച്ചാൽ മാത്രമേ ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടാവൂ എന്നൊരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒരിക്കലും ലാംഗ്വേജ് ഫ്ലുവൻസി എന്ന് പറയുന്നത് നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് നോളജ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വൊക്കാബുലറിയിലുള്ള നിങ്ങളുടെ ആ ഒരു വാസ്റ്റ് സ്കില്ലല്ല നിങ്ങളുടെ ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം മലയാളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണം, ഓക്കെ എനിക്ക് കണ്ണ് വേദനിക്കുന്നു എന്ന് ഞാൻ പറയണം. ഓക്കെ, കണ്ണ് എന്നുള്ളതിന് പല പര്യായങ്ങളുണ്ട്. ചക്ഷുണ്ട്, നേത്രമുണ്ട്, ഒരുപാട് പര്യായങ്ങളുണ്ട്. ഞാൻ എപ്പോഴേലും ആരോടെങ്കിലും പറയും എനിക്ക് എൻ്റെ നേത്രം വേദനിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചക്ഷു വേദനിക്കുന്നു എന്ന് പറയും? ഒരിക്കലും ഇല്ല. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്താലും മതി. ഓക്കെ, ഒരിക്കലും ഫ്ലുവൻസി എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ, അതായത് അതിഭീകരമായ വൊക്കാബുലറിയുടെ ഉപയോഗമാണ് എന്നുള്ള ധാരണ പാടില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം അതേ ഡിഗ്രിയിൽ അതേ എഫക്റ്റിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റണം. അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന വേർഡ്സ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. പക്ഷേ അതൊരിക്കലും കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളോ അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവാതെ കേൾക്കുന്ന ഏതൊരാൾക്കും ഡിക്ഷണറി തുറക്കേണ്ട അവസ്ഥ വരുന്നതാവണമെന്നോ അല്ല ഫ്ലുവൻസിയുടെ അർത്ഥം. ക്ലിയർ ആണോ? യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട്? ഇൻ്റലിജിബിലിറ്റി ആൻഡ് ഫ്ലുവൻസി. എനി ഡൗട്ട്സ്? എന്തെങ്കിലും സംശയം ഉണ്ട് ഇപ്പം ചോദിച്ചോ. യെസ്, താങ്ക് യു. യെസ്, ഐ കൻ സീ സൗമ്യ. Chakshu means snake in Hindi, right? I know. Actually, that means eye in Malayalam. Yes, right. Doubts ഒന്നും ഇല്ലല്ലോ? Yes, thank you. No doubts. Thank you, Anne. Okay, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. Appropriateness of language. യെസ്, ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് OET സ്പീക്കിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്. ഓക്കെ, OET സ്പീക്കിങ്ങിന് ഇപ്പം ഞാൻ എൻ്റെ ഓൺലൈൻ മലയാളം ക്ലാസ്സസിൽ എടുക്കുന്ന സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ നോ എ സ്റ്റോറി ദാറ്റ് ഐ ഓൾവേസ് സേ ഇൻ മൈ ക്ലാസ്സസ്. ഓക്കെ, സോ ലെറ്റ്സ് നോട്ട് ഗോ ടു ദാറ്റ്. ഓക്കെ, സോ എൻറ്റയർലി അപ്രോപ്രിയേറ്റ് ആയ പക്ക ടോണിലുള്ള ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുന്നത്. അതായത് ഒരു സിറ്റുവേഷൻ ബേസിൽ ഓരോ സിറ്റുവേഷൻ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട, യെസ് വിൻസി, സോ ഓരോ സിറ്റുവേഷൻ ബേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോപ്പർ ടോൺ, പ്രോപ്പർ ലെക്സിസ്, പ്രോപ്പർ രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്തേ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ, അതായത് നമ്മളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് മനസ്സിലാകും എന്ന് നിങ്ങൾ ആലോചിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്താണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതി മതിയോ നിങ്ങൾക്ക് മനസ്സിലാവാൻ എന്നാണ് ഞാൻ ആലോചിക്കേണ്ടത്. ക്ലിയർ ആയോ? ഡൗട്ടായോ? ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി. ഓക്കെ, നിങ്ങൾ നേഴ്സല്ല, നിങ്ങൾ പേഷ്യൻ്റായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു നേഴ്സുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ നേഴ്സ് എങ്ങനെയെല്ലാം, യെസ് ടിജി അമ്മൂമ്മ സ്റ്റോറി, റൈറ്റ്. ഓക്കെ, ആ പേഷ്യൻ്റായ നിങ്ങളുടെ അടുത്ത് ആ നേഴ്സ് എങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷൻ മാറും, നിങ്ങളുടെ കൺസേൺസ് അവിടെ സാറ്റിസ്ഫൈഡ് ആവും, നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ക്ലാരിറ്റി കിട്ടും എന്ന് നിങ്ങൾക്കറിയാം. അതായത് ഒരാൾ എന്നോട് എങ്ങനെ പെരുമാറുമ്പോഴാണ്, അല്ലെ എന്നോട് എങ്ങനെ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് വ്യക്തമായിട്ടൊരു കാര്യത്തെ പറ്റിയിട്ട് ധാരണ കിട്ടുക എന്ന് എനിക്കറിയാം. അപ്പോൾ ആ രീതിയിൽ വേണം ഞാനും അവരോടും സംസാരിക്കാൻ. മനസ്സിലായോ? ക്ലിയർ ആണോ? അതായത് ഒന്നുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പം സപ്പോസ് ഐ എം സഫറിങ് ഫ്രം എ ടെർമിനൽ ഇൽനസ്. ഓക്കെ, ഞാനിപ്പോൾ അതിഭീകരമായൊരു അസുഖം അല്ലെങ്കിൽ വളരെ കൺസേൺഡ് ആയിട്ട് ഞാനൊരു നേഴ്സിനടുത്ത്
ഓക്കെ, നേഴ്സിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇറ്റ്സ് ഓക്കെ സുജ. ഓക്കെ, നേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഈ നേഴ്സ് എന്നെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് എൻ്റെ കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതിന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ഒബ്വിയസ്ലി ആഗ്രഹിക്കും. അവരെന്നെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു, അവരെന്നെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു, അതനുസരിച്ചായിരിക്കും എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരോട് പിന്നീട് റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യാനും തോന്നുന്നത്. റാപ്പോ പറയുമ്പം അവരുമായിട്ടുള്ള ഒരു എന്താ പറയുക ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുമല്ലോ, ലൈക്ക് ഒരു പേഷ്യൻ്റ് നേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു റാപ്പോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അവരുടെ കമ്മ്യൂണിക്കേഷനെ ആശ്രയിച്ചിരിക്കും. ആണല്ലോ, നമ്മൾ ചിലടത്ത് പോകുമ്പോൾ പറയില്ലേ, ഇവിടെ നല്ലൊരു നേഴ്സ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ, നമുക്ക് നല്ല രീതിയിൽ എന്ത് സമാധാനമായിട്ട് എല്ലാം പറഞ്ഞു തരുന്നു, ഒരു ടെൻഷനും ഇല്ല, അങ്ങനെയൊക്കെ നമ്മളെ പറ്റിയിട്ടും പറയണ്ടേ? ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയമുണ്ട് ഇക്കാര്യത്തിൽ? അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ് ക്ലിയർ ആയോ? ഇതിലെ സെക്കൻഡ് പോയിന്റ് ഐ മസ്റ്റ് ഇറ്റ്. സോ നോ ഡിഫിക്കൽറ്റി അറ്റ് ഓൾ ഇൻ എക്സ്പ്ലെയിനിങ് ടെക്നിക്കൽ മാറ്റേഴ്സ് ഇൻ ലേ ടേംസ്. അതായത് മെഡിക്കൽ ടേംസ് പോലും ഒരു സാധാരണ ഒരു വ്യക്തിക്ക്, അതായത് മെഡിക്കൽ ഹെൽത്ത് ഫീൽഡിൽ നിന്നല്ലാത്ത ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഏറ്റവും വലിയ മെറിറ്റാണ്. ഓക്കെ, അതിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആകാം, എന്തെങ്കിലും മെഡിക്കേഷൻസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖത്തിൻ്റെ പേരോ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻസോ ആവാം. ഇതിലേതാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് പ്രോപ്പറായിട്ട് അത് കൺവേ ചെയ്ത്, അതായത് മെഡിക്കൽ ടെക്നിക്കൽ ടേംസ് പോലും ലേമൻസ് ലാംഗ്വേജിൽ നമ്മൾ കൺവേ ചെയ്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ലാംഗ്വേജിൻ്റെ എബിലിറ്റി തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്. അപ്പം ഈ 3 പോയിന്റ് ക്ലിയർ ആണല്ലോ? എനി ഡൗട്ട്സ്? എനി ഡൗട്ട്സ്? സോ ദ നെക്സ്റ്റ് പോയിന്റ്, റിസോഴ്സ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് വളരെ റിച്ച് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഞാൻ ഒരിക്കലും നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്, ഒരിക്കലും നമ്മൾ അവരോട് കടിച്ചാൽ പൊട്ടാത്ത ഭാഷ പറയണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അതല്ല ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. പ്രോപ്പറായിട്ടുള്ള, എപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻസിന് പ്രശ്നം വരുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻസിലാണ്. പ്രോപ്പറായിട്ട് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറേ കൂടെ ഇമ്പ്രൂവ് ആവും. ക്ലിയർ ആണോ? സോ ആസ് യു ക്യാൻ സീ ഹിയർ, റിച്ച് ആൻഡ് ഫ്ലെക്സിബിൾ, വൈഡ് റേഞ്ച് ഓഫ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി യൂസ്ഡ് അക്യുറേറ്റ്ലി ആൻഡ് ഫ്ലെക്സിബിളി. ക്ലിയർ? സിമ്പിൾ ഇംഗ്ലീഷ്, വെരി ഗുഡ് പിൻസി, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഓക്കെ, shall we move on to our next slide? Thank you, Samya. യെസ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ആണ്. ആൻഡ് നൗ വി ആർ ലുക്കിംഗ് അറ്റ് ദി ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിൽ നമുക്ക് 5 സെറ്റ് വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത പോലെ വി ഹാവ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് ദ പേഷ്യൻസ് പെർസ്പെക്റ്റീവ്, പ്രൊവൈഡിംഗ് സ്ട്രക്ചർ, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ഗിവിംഗ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് കേട്ടോ. യെസ്, ഒരു ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇവിടുത്തെ നമ്മുടെ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിൽ ദ മോസ്റ്റ് പ്രൈമറി ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേഷ്യൻറ്റുമായിട്ട് നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലുള്ള ആരോ ആയിക്കോട്ടെ, നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്ന റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ പൊളൈറ്റായിട്ട്, വളരെ വാമായിട്ട് അവരെ വെൽക്കം ചെയ്യുക. നമ്മൾ അവരെ അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആളെ വേണ്ട എന്തിനാ അറിയോ? നമ്മളെ കേൾക്കാനല്ലേ. നമ്മളെ കേൾക്കാൻ ആരുമില്ല, പറയാൻ ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെയും കഥകൾ എല്ലാവർക്കും പറയാൻ ആഗ്രഹമുണ്ട്. ലൈക്ക് ഏതൊരു സിറ്റുവേഷൻ, ഈവൻ ലൈഫിൽ നമ്മൾ പല പല സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളെ കേൾക്കാനല്ലേ ആരും ഇല്ലാത്ത. ലൈക്ക് പ്രോപ്പറായിട്ട് പല സിറ്റുവേഷനിലും നമുക്ക് ലൈഫിൽ പല സാഹചര്യത്തിൽ വരുമ്പോഴും നമ്മളെ ഒരു 5 മിനിറ്റ് വ്യക്തമായിട്ട് ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ ഒരാൾ കേൾക്കാനിരുന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സമാധാനമാവും. കറക്റ്റ്? അതേപോലെ തന്നെയാണ് അത്രയും ടെൻസ്ഡായിട്ട്, സ്ട്രെസ്ഡായിട്ട്, കൺസേൺഡ് ആയിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥ. അവരെ കേട്ടിരിക്കുക, പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവർ പറയുന്ന ഓരോന്നിനും അവരോട് എമ്പത്തൈസ് ചെയ്ത് അവർക്കൊപ്പം നമ്മളുണ്ട് എന്ന് അവരെ ബോധിപ്പിക്കുന്ന തരത്തിൽ
അവരോട് മാക്സിമം കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, മാക്സിമം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നു എന്നതാണ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിലെ നമ്പർ 1. ഓക്കെ, സോ അതിൽ തന്നെ എന്തൊക്കെയാണ്? ഇനിഷ്യേറ്റിംഗ് ദ ഇൻട്രാക്ഷൻ അപ്രോപ്രിയേറ്റ്ലി, ഗ്രേറ്റിംഗ്, ഇൻട്രൊഡക്ഷൻസ്, നേച്ചർ ഓഫ് ഇൻ്റർവ്യൂ, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പ്രോപ്പറായിട്ട് നമ്മളുടെ ഇൻട്രാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യണം. നമ്മളെങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യുക? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഹോസ്പിറ്റൽ, അതായത് നിങ്ങളൊരു എമർജൻസി, നേരത്തെ കാണിച്ച റോൾ പ്ലേ പ്രകാരമാണെങ്കിൽ നിങ്ങളൊരു എമർജൻസി റൂമിലിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. ഓക്കെ, അവിടെ നിന്ന് വലതുവശത്തുനിന്ന് കയറി വരികയാണ്. ആൻഡ് ദെൻ യു വിൽ ബി ലൈക്ക്, യെസ്, വന്നാട്ടെ, ഇരുന്നാട്ടെ, പ്ലീസ് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ നമ്മൾ പറയും. ഇപ്പോൾ മലയാളത്തിൽ തന്നെ എടുത്തോ, ഇരുന്നാട്ടെ എന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ എന്താ ചോദിക്കുക? എന്തായിരുന്നു എന്ന് ചോദിക്കുമല്ലോ. എന്തായിരുന്നു വന്നത്? എന്തായിരുന്നു? ജസ്റ്റ് ഫസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം അതല്ലേ ചോദിക്കുക. വന്നാട്ടെ, ഇരുന്നാട്ടെ, എന്തായിരുന്നു നമ്മൾ ചോദിക്കുമല്ലോ. എന്തായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ പേഷ്യൻ്റ് മോസ്റ്റ്ലി കൺസേൺ ആയിരിക്കും പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര തലവേദനയാണ്, ഉറങ്ങാനേ പറ്റണില്ല, തീരെ വയ്യ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നതെന്ന് വെച്ചോ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക? ആണോ, ഓക്കെ, നല്ല വേദന ഉണ്ടല്ലേ, കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ മരുന്ന് തരാം. ഇതല്ലേ നമ്മൾ മോസ്റ്റ്ലി പറയേണ്ടത്? നിങ്ങൾ എത്ര പേര് പറയുന്നുണ്ട്? നമ്മൾ പറയേണ്ടത് അതല്ലേ? ലൈക്ക് മോസ്റ്റ്ലി ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്ങിൽ നമ്മുടെ നാട്ടിലെ ഒരു സെറ്റിംഗ് ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇതാണ്. ഇതേ സംഭവം തന്നെയാണ്, നമ്മൾ ലാംഗ്വേജ് മാറുന്നേ ഉള്ളൂ. എംപത്തിയും ഇമോഷനും റീഅഷുറൻസും എല്ലാം മനുഷ്യന്മാരാണ്. അപ്പം ഇവിടെ എല്ലാവർക്കും വേണ്ടത് നമ്മൾ മാക്സിമം അവരുമായിട്ട് എംപത്തൈസ് ചെയ്യണം, മാക്സിമം അവർക്ക് റീഅഷുറൻസ് നമ്മൾ ഇവിടെ ഉണ്ട്, അതായത് അവർക്ക് ഒരാവശ്യത്തിന് നമ്മളിവിടെ ഉണ്ട് എന്നുള്ള വ്യക്തമായ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തുടക്കത്തിൽ തന്നെ നമ്മൾ പറ്റണം. അവരെ നമ്മൾ കേൾക്കുന്നുണ്ട്, അവരുടെ കൺസേൺസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവരോട് നമ്മൾ പൊളൈറ്റായിട്ട്, വളരെ പൊളൈറ്റായിട്ടേ നമ്മൾ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ. പേഷ്യൻ്റ് എങ്ങനെയാവാം, ചിലപ്പോൾ ഭയങ്കര ചൂടാവുന്ന ടൈപ്പായിരിക്കും, ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്നവരായിരിക്കും, എങ്ങനെയാവാം, ഡിപ്പെൻഡ്സ് ഓൺ ദി റോൾ പ്ലേ കാർഡ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ മാക്സിമം ക്ഷമിച്ച് മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. യെസ്, ഇവിടെ ദിവ്യ നമ്മുടെ കമൻസിൽ പറയുന്ന പോലെ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ്. യെസ്, നമ്മൾ എപ്പോഴും ഒരാളൊരു കൺസേൺ പറയുമ്പോൾ അയ്യോ അങ്ങനെയാണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ, ആ സെയിം സംഭവത്തിൻ്റെ എക്സ്പ്രഷനാണ് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ്. ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ്. ക്ലിയർ ആണോ? അപ്പം അത്തരത്തിൽ ഒട്ടും ജഡ്ജ്മെൻ്റൽ അല്ലാതെ പ്രോപ്പറായിട്ട് എംപത്തൈസ് ചെയ്ത് അവളുടെ പ്രെഡിക്കമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദുരവസ്ഥ, അതായത് അവളുടെ ഒരു സിറ്റുവേഷൻ്റെ ബുദ്ധിമുട്ട് വ്യക്തമായി മനസ്സിലാക്കി അവളുടെ ഇമോഷണൽ സ്റ്റേറ്റ് നമ്മൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു നഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഒരു OET സ്പീക്കിംഗ് സബ്ടെസ്റ്റിൻ്റെ വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ക്ലിയർ ആണോ? Yes, I feel so sorry. I feel sorry to hear that you're having a headache. Okay, all right. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പറയാം. We all are here to help you. Yes, very good. Okay, do you have any further phrases to share? എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ please do that in the chat box so that I can correct it. Yes. അപ്പം റിലേഷൻഷിപ്പ് ബിൽഡിങ് ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് വ്യക്തമായിട്ട് അവരുടെ കൺസേൺസ് മനസ്സിലാക്കുക, അവരെ കേട്ടിരിക്കുക. എന്ന് വെച്ചിട്ട് OET സ്പീക്കിംഗ് ഫുൾ ടൈം അവരെ നിങ്ങൾ കേട്ടിരിക്കാൻ പാടില്ല, നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയണം. 5 മിനിറ്റ് കേട്ടിരിക്കാനല്ല ഞാൻ പറയണത്. സോ നിങ്ങൾ വ്യക്തമായിട്ട് അവരെ കേൾക്കുക. ഒരിക്കലും നമ്മൾ ഇവരുടെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴും നിങ്ങൾ ഇപ്പം ഇതൊക്കെ എത്ര ക്ലാസ് എടുത്താലും എത്ര പറഞ്ഞു തന്നാലും ആ എക്സാമിന് അവിടെ നിങ്ങൾ ചെന്നിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ടാസ്കൊക്കെ ചിലത് ഒരുപാടുള്ളതുകൂടെ ആണെങ്കിൽ ഒരുപാട് നിങ്ങൾ വറീഡ് ആയിരിക്കും, ഭയങ്കര ഹെക്ടിക് ഫീലായിരിക്കും നിങ്ങൾക്ക് ആ ത്രൂ ഔട്ട് ആ ഒരു OET സ്പീക്കിങ്ങിൻ്റെ സബ് ടെസ്റ്റിന് ഉണ്ടാവുക. പക്ഷേ ആ സമയത്ത് പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ടാസ്കിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഈ പേഷ്യൻറ്റിൻ്റെ കൺസേണിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? പേഷ്യൻ്റ് ഇപ്പോൾ പറയുകയാണ് തലവേദനയാണ്, അപ്പം നമ്മളുടെ അടുത്ത ടാസ്ക് മെഡിക്കേഷനെ പറ്റി പറഞ്ഞു കൊടുക്കുക. തലവേദനയാണോ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. സോ നിങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ കൺസേണിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ദ മോസ്റ്റ് പ്രൈമറി ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഫോർ യുവർ OET സ്പീക്കിംഗ് സബ് ടെസ്റ്റ്. ക്ലിയർ ആണോ? യെസ്, വി ആർ ഹിയർ ടു സപ്പോർട്ട് യു. യു ആർ സേഫ് ഓൺ അവർ ഹാൻഡ്സ്. യു ആർ സേഫ് ഇൻ അവർ ഹാൻഡ്സ് ഇസ് ഫൈൻ കേട്ടോ. ബ്ലെസ്സിങ്.
Don't worry, you are in a correct place. Need not worry. We are here to help you. Need not worry. We are here to help you. It's fine. Okay. Feel so sorry to hear that you're having. Yes. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രേസസ് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ ചാറ്റ് ബോക്സ് ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് സോ ദാറ്റ് അത് ക്ലിയർ ചെയ്ത് തരട്ടെ കേട്ടോ. ഓൾറൈറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. പിന്നെ ഈ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൻ്റെ തന്നെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് ദ പേഷ്യൻസ് പെർസ്പെക്റ്റീവ്. സോ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യണം, അതായത് പേഷ്യൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് അവർക്ക് വ്യക്തമായൊരു ധാരണ കാണും. അല്ലെങ്കിൽ ഈ പേടിയൊക്കെ കാരണം എന്തായാലും ഇപ്പം ഈ ഗൂഗിളൊക്കെ ചെയ്തിട്ട് വന്ന പേഷ്യൻസ് ഉണ്ടാവും. ലൈക്ക് ഇന്ന സിംറ്റംസ് വന്നു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാകാം അവർക്കെന്നുള്ള കൺസേണുമായിട്ട് വരുന്നവരുണ്ടാവും. അപ്പം അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനെ പ്രത്യേകിച്ച് നമ്മൾ പേഷ്യൻസിൻ്റെ ഐഡിയാസ്, കൺസേൺസ്, എക്സ്പെക്റ്റേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? പേഷ്യൻറ്റിനുള്ള എല്ലാ കൺസേൺസും നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അവരുടെ ഓരോ കൺസേണിനും പ്രോപ്പറായ ലോജിക്കലായ എന്നാൽ നമ്മൾക്ക് പറ്റുന്ന തരത്തിലെല്ലാം എമ്പത്തൈസ് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ യുവർ OET സ്പീക്കിംഗ് സബ് ടെസ്റ്റ്. OET സ്പീക്കിംഗ് സബ് ടെസ്റ്റ് എന്ന് തന്നെയല്ല, നിങ്ങൾ നാളെ ഇനി ഒരു ജോബൊക്കെ കിട്ടി നിങ്ങൾ ഒരു വിദേശ രാജ്യത്തേക്ക് നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് എല്ലാവർക്കും പോകാൻ പറ്റട്ടെ. ഐ ജെനുവൻലി പ്രേ ഫോർ ദാറ്റ്, ഐ ജെനുവൻലി വിഷ് ദാറ്റ്. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ OET സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ആവരുത് നിങ്ങളിതൊക്കെ പഠിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് OET സ്പീക്കിങ്ങിൻ്റെ കേസ് വരുമ്പോൾ ഒരിക്കലും OET സ്പീക്കിംഗ് എക്സാമിനേഷന് ജയിക്കാൻ വേണ്ടിയിട്ടാവരുത് നിങ്ങൾ ഈ ക്രൈറ്റീരിയ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കണം. ദിസ് ഈസ് വാട്ട് ദേ നീഡ്, ദിസ് ഈസ് വാട്ട് പീപ്പിൾ നീഡ് വെൻ ദേ ആർ ദെയർ ടു അഡ്രസ് യു. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുമ്പോൾ അവരുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്ന സമയത്ത് വാട്ട് ദേ നീഡ് ഇസ് ഓൾ ദീസ് തിങ്സ് വിച്ച് വി ഹാവ് ഓൾറെഡി മെൻഷൻഡ്. മനസ്സിലായി? അവരെ കേട്ടിരിക്കുക, അവരുടെ കൺസേൺസ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ക്ലിയർ ആണോ? എനി ടെൻഷൻ റിഗാർഡിങ് യുവർ കറൻറ്റ് സിറ്റുവേഷൻ? യെസ്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും കേട്ടോ, അതിപ്പോൾ നിങ്ങൾ റോൾ പ്ലേ കാർഡ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലായിക്കോട്ടെ, ഇതൊന്നും നിങ്ങൾ OET സ്പീക്കിംഗ് സബ് ടെസ്റ്റിന് നിങ്ങൾക്ക് എക്സാം ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം പഠിച്ചു വെക്കരുത്. ഇത് നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലെത്തി അവിടെ നല്ലൊരു നേഴ്സായിട്ട് അല്ലെങ്കിൽ whichever be your profession അതിലേക്ക് ഏതിലാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരാളെ സന്തോഷമായിട്ട് അല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂന്ന് മാത്രം നിങ്ങളിതൊന്നും നോക്കി കാണരുത്. ഇറ്റ്സ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, യെസ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ, ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. സോ യെസ്, ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിൽ നമുക്ക് അടുത്തത് വരുന്നതാണ് പ്രൊവൈഡിങ് സ്ട്രക്ചർ. നമ്മളൊരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇപ്പം ഞാനിവിടെ ഓക്കെ ഐ എം ടേക്കിംഗ് ദിസ് ലൈവ് നൗ, ഞാനൊരു ഓർഡറിൽ വേണം അത് പോവാൻ. ഓക്കെ, ഐ വുഡ് സ്റ്റാർട്ട് ഫ്രം ദ വെരി ബേസിക്സ്. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് പോവാൻ. അതേപോലെ തന്നെയാണ് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം തലവേദനയായിട്ട് ഒരാൾ വന്നു, സിംറ്റംസ് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ് എങ്ങനെ ഇരിക്കും? ഇറ്റ്സ് നോട്ട് അപ്രോപ്രിയേറ്റ്, റൈറ്റ്? എക്സാക്ട്ലി. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂ പർപ്പസ് സ്പെസിഫിക് ആയിട്ട് ലോജിക്കായിട്ട് നിങ്ങളത് സീക്വൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അവർക്കും അത് മനസ്സിലാവുള്ളൂ. ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OET സ്പീക്കിങ്ങിൽ നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടെൻഷനിൽ നിങ്ങൾ ഒരിക്കലും പേഷ്യൻറ്റിൻ്റെ കൺസേൺ അഡ്രസ്സ് ചെയ്യാതെ വിടരുത് കേട്ടോ. ഓക്കെ, അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്ന ഒരു കാര്യം. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്ത് അതിനെ പറ്റിയിട്ട് ഒരാളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും ഒരു വേദിയിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിലും അതല്ലാതെ നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, എല്ലാത്തിനും ഒരു സീക്വൻസ് ഉണ്ടാവണം, ഒരു ഓർഡർ ഉണ്ടാവണം. എന്നാൽ മാത്രമേ കേൾക്കുന്ന ആൾക്കും ഇത് പറയുന്ന നമുക്കും വ്യക്തമായിട്ട് അതിനകത്തൊരു ബാലൻസ് ഉണ്ടാവുള്ളൂ. ക്ലിയർ? യെസ്. So, using organizing techniques in explanation, signposting changes in topic. അതായത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ യു അബൌട്ട് ദി പോസിബിൾ സിംറ്റംസ് ദാറ്റ് വുഡ് ഒക്കർ എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ സിംറ്റംസ് വെച്ച് തുടങ്ങും. എന്നിട്ട് നമ്മൾ ചിലപ്പം അതിനകത്ത് അവർ ഏതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവർക്ക് അതിനകത്ത് ഏതൊക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതേപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറയുമ്പം ഏതെല്ലാം തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവൈലബിൾ. അപ്പോൾ ആ ഒരു
പ്രോപ്പർ സീക്വൻസ് നമ്മൾ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് പറയേണ്ട കാര്യം, ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഫസ്റ്റ്ലി യു വിൽ ഹാവ് ടു ലുക്ക് അറ്റ് ദീസ് ആൻഡ് ദീസ് തിങ്സ്. ഓക്കെ, ആൻഡ് ദെൻ യു വിൽ ഹാവ് ടു. അപ്പോൾ പ്രോപ്പറായിട്ട് സൈൻ പോസ്റ്റിംഗ് ചേഞ്ചസ് നമ്മൾ ഓരോ ടോപ്പിക്കിലും കൊണ്ടുവരണം. ക്ലിയർ ആയോ? സൈൻ പോസ്റ്റിംഗ് എന്ന് പറയുമ്പം ഫസ്റ്റ് പറയേണ്ടത് ഓക്കെ, ഫസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ യു അബൌട്ട് ദിസ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടീഷനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് വരാം, ആൻഡ് നൗ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ യു, അല്ലെങ്കിൽ ലാസ്റ്റ്ലി ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ യു അബൌട്ട് ദ പോസിബിൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്നുള്ള രീതിയിൽ ഓരോന്ന് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് ആ ഓർഡർ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, നൗ വി ഹാവ് ഇൻഫർമേഷൻ ഗ്യാതറിങ്. നമ്മൾ എപ്പോഴും ഒരാളോട് ഇൻഫർമേഷൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ പെർമിഷൻ വാങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളോട് നമ്മൾ ഇവരെ റോൾ പ്ലേ എടുക്കുമ്പം അതിൻ്റെ ഫൈനൽ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം അവരോട് പെർമിഷൻ വാങ്ങിയിട്ടേ ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി കളക്ട് ചെയ്യണം. ഇൻ സച്ച് സിറ്റുവേഷൻ വി ഷുഡ് ഫസ്റ്റ് ആസ്ക് ഫോർ ദെയർ പെർമിഷൻ. നമ്മൾ അവരോട് ചോദിക്കണം, സോ യെസ്, ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റെ പേര് ജോൺ എന്നാണെങ്കിൽ, സോ യെസ് ജോൺ, ഐ വുഡ് ലൈക്ക് ടു കളക്ട് സം ഇൻഫർമേഷൻ ഓൺ യുവർ മെഡിക്കൽ ഹിസ്റ്ററി, സോ മേ ഐ എന്ന് പറഞ്ഞ് അവരുടെ പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാതറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്. ക്ലിയർ ആണോ? യെസ്, അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പം ഫെസിലിറ്റേറ്റിംഗ് ദ പേഷ്യൻസ് നാരറ്റീവ് വിത്ത് ആക്റ്റീവ് ലിസ്ണിംഗ് ടെക്നിക്സ്, മിനിമൈസിങ് ഇൻട്രപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കലും നമ്മൾ ഇടയ്ക്ക് കയറി, അതായത് ഈ ടാസ്ക് തീർക്കാനുള്ള ആ ഒരു ടെൻഡൻസി കാരണം ഇവളുടെ കൺസേൺ പോലും മനസ്സിലാക്കി നമ്മളിങ്ങനെ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരിക്കലും അവരെ ഇൻ്ററപ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ. ഓക്കെ, ഒരിക്കലും നമ്മൾ പേഷ്യൻറ്റിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. Then, using initially open questions, appropriately moving to closed questions. Open questions എന്ന് പറയുമ്പോൾ, so how do you feel about your pain? How long have you been experiencing that? എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അതല്ലാതെ യെസ് ഓർ നോ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ദോസ് ആർ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് വിച്ച് യു ക്യാൻ ആസ്ക് ആസ് ദി കോൺവെർസേഷൻ പ്രോഗ്രസ്. ക്ലിയർ ആയോ? Yes, would you mind if I ask you a couple of questions? Very good, Suja. Yes, Suja CB is here. So yes, clear ആണോ? And then summarizing information to encourage correction or invite further information. നമ്മളോട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ, സോ ദീസ് ആർ ദ സിംറ്റംസ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ സിംറ്റംസ് നമുക്ക് ഒന്നുകൂടെ അവരോട് പറയാം. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ചാൻസും കിട്ടും, കുറേ കൂടെ അഡീഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ കിട്ടും. ക്ലിയർ ആണോ? അതാണ് സമ്മറൈസിങ് ഇൻഫർമേഷൻ ടു എൻകറേജ് കറക്ഷൻ ഓർ ഇൻവൈറ്റ് ഫർദർ ഇൻഫർമേഷൻ. എനി ഡൗട്ട്സ്? ആൻഡ് നമ്മുടെ സെക്കൻഡ് ഇൻഫർമേഷൻ ഗ്യാതറിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലേ, ഇൻഫർമേഷൻ ഗിവിങ്. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു ലെയ്മാനോട്, അതായത് ലെയ്മാൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഹെൽത്ത് കെയർ പ്രൊഫഷനിലല്ലാതെ പുറത്തുള്ള ഒരാളോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ വ്യക്തത എന്ന് പറയുന്നത്, ആ ക്ലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള കൺസേൺ പലർക്കും ഉണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലല്ല, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലാണ് അതിരിക്കുന്നത്. മനസ്സിലായി? എക്സ്പീരിയൻസ് ബേസിൽ നിങ്ങൾക്ക് കുറേ കൂടെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, ഒരിക്കലും എക്സ്പീരിയൻസിൻ്റെ മാത്രം പ്രത്യേകതയല്ലത്. ഓക്കെ, സോ യെസ്, establishing initially what the patient already knows, pausing periodically and giving information, using the responses to guide the next steps. അപ്പം ഇതിനകത്തൊക്കെ വരുന്നത് pausing periodically and giving information, അതായത് നമ്മളൊരു ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അവർക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫ്രേസസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇതെല്ലാം നമ്മുടെ കമ്മിങ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മളൊരു റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെ, അത് കണ്ടിന്യൂ ചെയ്യേണ്ടത് എങ്ങനെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയെല്ലാം ഫ്രേസ് ചെയ്യാം,
നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയെല്ലാം അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് പല രീതിയിൽ എങ്ങനെ ചോദിക്കാം, നമുക്ക് സജഷൻസ് എങ്ങനെ അവർക്ക് കൊടുക്കാം, ഇത്തരം കാര്യങ്ങളുടെ എല്ലാ ഫ്രേസസ് അതെങ്ങനെ, അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതെല്ലാം നമ്മളുടെ കമ്മിങ് സെഷൻസിൽ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ജോയിൻ ഓൾ അവർ സെഷൻസ്. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? And we have the third point, encouraging the patient to contribute reactions or feelings. So അവരെ നമുക്ക് എൻകറേജ് ചെയ്യാം. യെസ്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് പേഷ്യൻറ്റിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വി ക്യാൻ ആസ്ക് ദം ലൈക്ക്, സോ ഹൗ ഡസ് ദാറ്റ് സൗണ്ട്. നമ്മൾ സജഷൻ കൊടുക്കുക. സജഷൻ കൊടുക്കുന്ന സമയത്ത് യു ക്യാൻ ആസ്ക് ലൈക്ക് ഹൗ ഡസ് ദാറ്റ് സൗണ്ട്. അവർ നമ്മൾ പറഞ്ഞ സജഷൻ അവർക്ക് ചെയ്യാൻ അവർ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് വി ക്യാൻ ആസ്ക് ദം ഹൗ ഡസ് ദാറ്റ് സൗണ്ട്. ക്ലിയർ? യെസ്. പേഷ്യൻ്റ് എപ്പോഴെല്ലാം കൺസേൺ പറഞ്ഞാലും, യെസ്, വെരി ഗുഡ്. പേഷ്യൻ്റ് എപ്പോഴെല്ലാം കൺസേൺ പറഞ്ഞാലും നമ്മൾ അവരുടെ കൺസേണിനെ ആദ്യം അഡ്രസ്സ് ചെയ്യണം. നിങ്ങൾ ടാസ്കിന് പ്രയോറിറ്റി കൊടുക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി പേഷ്യൻറ്റിൻ്റെ കൺസേണിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പ്രയോറിറ്റി കൊടുക്കണം. ക്ലിയർ? യെസ്. ആൻഡ് ദെൻ വി ഹാവ് ചെക്കിംഗ് വെദർ ദ പേഷ്യൻറ്റ് ഹാസ് അണ്ടർസ്റ്റുഡ് ഇൻഫർമേഷൻ. അപ്പം പേഷ്യൻറ്റിന് മനസ്സിലായി എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസസ് ഇപ്പം അല്ല, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ട്യൂൺ ഇൻ ടു അവർ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ലൈവ്. ഓക്കെ. ആൻഡ് ദെൻ വി ഹാവ് ഡിസ്കവറിങ് വാട്ട് ഫർദർ ഇൻഫർമേഷൻ ദ പേഷ്യൻറ്റ് നീഡ്സ്. ഓക്കെ. അപ്പം അവിടെ വരുന്നതെന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് എന്തെല്ലാം, അതായത് നമ്മളൊരു റോൾ പ്ലേ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ടും നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഫർദർ കൺസേൺ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലാരിഫൈ ചെയ്യണം. അതല്ല, കൺസേൺസ് ഒന്നും ഇല്ലെങ്കിൽ അതൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ക്ലിയർ ആയോ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്കോറിംഗ് ക്രൈറ്റീരിയ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞതിനകത്തെ ഒരു നട്ട്ഷെൽ. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. യെസ് ബ്ലെസ്സി, I'll add warm-up questions. ഡെഫിനറ്റ്ലി നമ്മുടെ അടുത്ത ക്ലാസ്, അതായത് നെക്സ്റ്റ് മൺഡേ നമ്മൾക്ക് മോസ്റ്റ്ലി വാം-അപ്പ് സെഷനും അതേപോലെ തന്നെ കുറച്ച് ഫ്രേസസും നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് റോൾ പ്ലേ ചെയ്തു തുടങ്ങാം. സോ ജാസിബി, താങ്ക് യു സോ മച്ച്. യെസ്, ഓൺലൈനിൽ യെസ്, my online students are here. So I hope the live was fruitful for you. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. നമുക്ക് വി ഹാവ് സം 10 minutes left. Yes, any doubts about OET speaking subtest or language? Hi Nims. Hi ma'am, second point information giving പറയാമോ? Information givingലെ second point. Yes, pausing periodically when giving information using the response to guide to the next steps. അല്ലേ? ഇപ്പം നമ്മൾ അവർക്കൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് ദാറ്റ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും റോൾ പ്ലേയുടെ ടാസ്ക്, ഓക്കെ, റോൾ പ്ലേയിലെ ടാസ്ക് ഒരിക്കലും അതേ സീക്വൻസിൽ പോകണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ഷോ യു ദിസ്. ഓക്കെ, നമ്മളുടെ റോൾ പ്ലേയുടെ വരുന്ന സമയത്ത് ഈ ടാസ്കുകളൊന്നും ഇതേ ഓർഡറിൽ തന്നെ പോകണം എന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ ചിലപ്പം പേഷ്യൻ്റ് ദ സെക്കൻഡ് ടാസ്ക് ഉണ്ടോ, വെൻ ദ പേഷ്യൻറ്റ് ഡിമാൻഡ്സ് മെഡിക്കേഷൻ ഫോർ മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റ് ആസ്ക് വെദർ ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് വിത്ത് മൈഗ്രെയിൻ. അവരില്ല, ഓക്കെ, ഐ എം നോട്ട് ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ബട്ട് ഐ ഡൗട്ട് ഐ ആം ഹാവിങ് ദിസ് മൈഗ്രെയിൻ എന്ന് അവർ പറയുകയാണെങ്കിൽ യു ക്യാൻ ചെക്ക് ദി ഫിഫ്ത്ത് ടാസ്ക്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ റിസ്ക് ഇൻവോൾവ് ഇൻ സെൽഫ് ഡയഗ്നോസിസ് ഓഫ് സെൽഫ് ട്രീറ്റ്മെൻറ്റ്. അത് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. അതല്ലാതെ പ്രോപ്പറായിട്ട് ടാസ്ക് ആ കൊടുത്തേക്കുന്ന ഓർഡറിൽ തന്നെ പോകണം എന്നൊരു നിർബന്ധമില്ല. അപ്പം അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ അടുത്തടുത്ത ടാസ്കിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ക്ലിയർ ആയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അതാണ് ഇവിടെ ഇൻഫർമേഷൻ ഗിവിങ്ങിനകത്തുള്ള സെക്കൻഡ് പോയിന്റ്, അതായത് പോസിങ് പീരിയോഡിക്കലി വെൻ ഗിവിങ് ഇൻഫർമേഷൻ യൂസിങ് ദ റെസ്പോൺസസ് ടു ഗൈഡ് നെക്സ്റ്റ് സ്റ്റെപ്സ്. അപ്പം ഇവിടെ നമ്മൾ ടാസ്ക് ഗൈഡ് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് അവരുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ടാസ്കും എടുത്തിടാം. ക്ലിയർ? യെസ്, താങ്ക് യു സന്ധ്യ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്, എനിത്തിങ് അബൌട്ട് OET സ്പീക്കിംഗ് സബ്ടെസ്റ്റ്?
ഓക്കെ. അധികം സംശയങ്ങളൊന്നും ഇനി ഇല്ലെങ്കിൽ ഐ ഹോപ്പ് വി ക്യാൻ വൈൻഡ് അപ്പ് ടുഡേ സെഷൻ ആൻഡ് ഐ ഹോപ്പ് ദിസ് ലൈവ് വാസ് ഫ്രൂട്ട്ഫുൾ ഫോർ യു. നമ്മുടെ ലൈവ് ഇപ്പം കയറാൻ പറ്റാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നമ്മളുടെ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനലിൽ നമ്മുടെ ലൈവിൻ്റെ താങ്ക് യു സോ മച്ച് ആൻഡ് നമ്മളുടെ ലൈവിൻ്റെ റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. മേക്ക് ഷുവർ ദാറ്റ് യു ഷെയർ ഇറ്റ് വിത്ത് ദം കേട്ടോ. കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ആണ് നമ്മൾ മാക്സിമം നിങ്ങളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ യെസ്, ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഫ്രൂട്ട്ഫുൾ. ആൻഡ് അനദർ തിങ്, ഈ കാര്യങ്ങളെല്ലാം വളരെ ഇൻ പേഴ്സൺ 1-to-1 ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ ജോയിൻ അവർ അക്കാഡമി. ഡെഫിനറ്റ്ലി നമ്മുടെ അക്കാഡമിയിൽ ഓരോ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള, അതായത് നമ്മുടെ അക്കാഡമിയുടെ പാർട്ടായിട്ടുള്ള ഓരോ കുട്ടികൾക്കും 1-to-1 തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീക്ക്നെസ്സസ്, നിങ്ങളുടെ സ്ട്രെങ്ത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ടീച്ചിങ് പ്രാക്ടീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മേക്ക് ഷുവർ that you make the maximum out of what you can get കേട്ടോ. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ എല്ലാ ദിവസവും എവറി ടൈം ഇൻ യു ആർ പ്രാക്ടീസിങ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ ബുക്ക് ബൈ യുവർ സൈഡ്. നിങ്ങളുടെ അടുത്തൊരു ബുക്ക് വെച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങളതിൽ നോട്ട് ചെയ്യണം. നിങ്ങൾ അക്കാഡമി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആസ്ക് ദം ടു യുവർ റെസ്പെക്റ്റീവ് ട്യൂട്ടേഴ്സ്. അതല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ ഇൻ അവർ കമൻറ്റ് സെഷൻ സോ ദാറ്റ് ഐ വിൽ ക്ലിയർ ദം ഫോർ യു കേട്ടോ. സോ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും മിനിമം ഹാഫ് ആൻ അവർ എങ്കിലും യു ഷുഡ് ഫൈൻഡ് ടു പ്രാക്ടീസ് യുവർ OET സ്പീക്കിംഗ്. പിന്നെ കേൾക്കണം, നല്ല രീതിയിൽ ഇംഗ്ലീഷ് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ലാംഗ്വേജ്, അതായത് നിങ്ങളുടെ മദർ ടങ് ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഷാൽ വി വൈൻഡ് അപ്പ്? താങ്ക് യു. ഷാൽ വി വൈൻഡ് അപ്പ്? താങ്ക് യു സോ മച്ച്. Have a great day, guys. So this is the first time we are having our live in the morning time. Yes. Me too, part of academy. Very good. Okay, so yes. Good day, guys. Bye. Thank you so much for joining. Bye-bye. Take care.